ഹലോ ഗായ്സ്, ഇന്നത്തെ യാത്ര ഒരു ദ്വീപിലേക്കാണ്. ആർക്കു വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു ദ്വീപാണ്. ദ്വീപിൻ്റെ പേര് പെരുമ്പളം എന്നാണ്. നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപ് പഞ്ചായത്താണ് പെരുമ്പളം ദ്വീപ്. പ്രകൃതി ഭംഗിയും ഗ്രാമീണ ജീവിതത്തിൻ്റെ ശാന്തതയും ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പെരുമ്പളം ദ്വീപ്. എന്നാൽ ഇന്നത്തെ യാത്ര ദ്വീപിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയല്ല കേട്ടോ. അവിടെയാണ് ഞങ്ങളുടെ കൊച്ചിച്ചൻ്റെ വീടുള്ളത്. കൊച്ചിച്ചൻ്റെ മോള് പ്രസവിച്ചു. ഒരു പെൺകുട്ടിയാണ്, ആൾക്ക് 3 മാസമായി. അപ്പോൾ ഓണമൊക്കെ അല്ലേ, നമ്മുടെ കുട്ടീനെ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. പിന്നെ പെരുമ്പളം ദ്വീപിനെ പറ്റി പറയുകയാണെങ്കിൽ വേമ്പനാട്ട് കായലിലെ ഒരു തുരുത്ത് തന്നെയാണ് ഈ പെരുമ്പളം. ഏകദേശം 5 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുള്ള ഈ ദ്വീപ് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്തുകളിലൊന്നാണ്. 4 വശവും കായലിനാൽ ചുറ്റപ്പെട്ടതാണ്. ഇവിടുത്തെ ജീവിതം ഏറെക്കാലം ഒറ്റപ്പെട്ടതായിരുന്നു. പെരുമ്പളത്തെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കാൻ വർഷങ്ങളോളം വള്ളങ്ങളും ബോട്ടുകളും മാത്രമായിരുന്നു ഏക ആശ്രയം. എന്നാൽ ഈ യാത്രാ ദുരിതത്തിന് പരിഹാരമായി വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ച പെരുമ്പളം പാലം ദ്വീപിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. എന്നാൽ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പാലം ദ്വീപിനെ വടുതലയുമായി ബന്ധിപ്പിക്കുകയും ഗതാഗതം കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പെരുമ്പളത്തെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ആരെയാണോ കാണാൻ വന്നത് ആ ആളെ കണ്ടു. നമ്മുടെ ക്യൂട്ട് ടൈനി ടമ്മി ഗേൾ ആളിത്തിരി അലമ്പിലാണ്. എൻ്റെ ഈ ഫോണും പിടിച്ചുള്ള നിപ്പ് കണ്ടിട്ട് ആളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, എന്താണോ എന്തോ ചെയ്യുന്നതെന്നറിയാതെ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾക്കുള്ള ചായയും കടിയും വന്നു. ഇതൊക്കെയാണ് സ്പെഷ്യൽ. ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യേകം പഴംപൊരി ഉണ്ടാക്കി. അതുകൊണ്ട് എന്തായാലും പഴംപൊരി എടുത്ത് കഴിച്ചു. പിന്നെ എനിക്കിഷ്ടം പപ്പട വടയാണ്, അതുകൊണ്ട് അതിൽ ഞാൻ പിടിവിടത്തില്ല. അങ്ങനെ കുട്ടീനെ കണ്ടു, വീട്ടിലെല്ലാവരെയും കണ്ടു. ഇനി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ടാറ്റാ, ബൈ ബൈ.